ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കിന്ന് ജർമ്മനിയിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം ഒന്ന് കണ്ടാലോ? സ്ഥലം കാണുന്നതിന് മുന്നേ അതേതാണെന്ന് അറിയണ്ടേ? അതെ, ഞാൻ ജർമ്മനിയിലെ ബാറ്റ്യോൾസ് എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലാണ് താമസിക്കുന്നത്. ബവേറിയയിലാണ് ഈ ടൗൺ വരുന്നത്. ബവേറിയയിൽ വെച്ച് തന്നെ ഏറ്റവും പീസ്ഫുള്ളും അതുപോലെ തന്നെ ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഒരു സിറ്റിയാണ് ബാറ്റ്യോൾസ്. ഒരുപാട് ജർമ്മൻസ് അവരുടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ബാറ്റ്യൂൾസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാറ്റ്യൂൾസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാറ്റ് എന്ന് വെച്ചാൽ സ്പാ എന്നാണ് ജർമ്മനിൽ അർത്ഥം. അതുകൊണ്ട് തന്നെ ബാറ്റ്യൂൾസ് സ്പാ ടൗൺ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. എനിക്ക് ബാറ്റ്യൂൾസിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സൈലൻസ് ആണ് കേട്ടോ. എന്തൊരു പീസ്ഫുള്ളും അതുപോലെ തന്നെ കാം ആൻഡ് ക്വയറ്റ് ആണെന്നറിയോ. പിന്നെ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും പൂക്കളും പല കളറുകളും നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ വിൻ്റർ ആയാലും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, എല്ലായിടത്തും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിരിക്കും. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ട്രഡീഷണൽ ഏരിയ കേട്ടോ. ഇവിടുത്തെ ഈ ഓരോ ബിൽഡിങ്ങും കുറേ കാലത്ത് പഴക്കമുണ്ട് അത്ര. ഈ കാണുന്നത് നമ്മുടെ ബാറ്റ്യൂൾസിൻ്റെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. മാർക്ക് സ്ട്രാസെ, അതെ, മാർക്കറ്റ്. ഇവിടെ എല്ലാ തരം കടകളും സൂപ്പർ മാർക്കറ്റുകളും ബ്യൂട്ടി പാർലറും ബേക്കറിയും അങ്ങനെ എല്ലാ തരം സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമായത്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മിഠായി തെരുവിൽ അത്രയൊന്നും വരത്തില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ബാറ്റ്യോൾസിലെ ബസ് സ്റ്റേഷൻ. എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും ഇവിടെ നിർത്താറുണ്ട്. ഈ കാണുന്നതാണ് ഇസ റിവർ. ഇത് നമ്മുടെ ബാറ്റ്യൂൾസിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. പിക്നിക്കിനായിട്ട് സ്കൂൾ കുട്ടികളും ഫാമിലിയും അങ്ങനെ കുറേ പേര് ഇവിടെ വരാറുണ്ട്. ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് സ്കൂൾ കുട്ടികൾ അവിടെ വന്ന് കണ്ടു പോകുന്നതെല്ലാം. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തെത്തിയിട്ടോ. അതെ, ഈ കുന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാണ്. പാറ്റേൾസ് മുഴുവനൊന്നും ഈ വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിലും അത്യാവശ്യം എന്തൊക്കെയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.